അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 6ാം ക്ലാസ്സിലെ താരീഖുൽ ഇസ്ലാമിലെ 4ാമത്തെ പാഠം ഇന്ന റബ്ബക ലബിൽ മിർസാദ്. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ മകൻ സാമിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് ആദ് ഗോത്രം. യമനിലെ ഹദർമൗത്തിന് വടക്കുള്ള അഹ്ഖാഫിൽ അവർ താമസിച്ചു. നദികളും തോട്ടങ്ങളും കന്നുകാലികളും കൊട്ടാരങ്ങളും അസാധാരണ കായിക ശക്തിയും നൽകി അല്ലാഹു തആല അവരെ അനുഗ്രഹിച്ചു. എന്നാൽ അനുഗ്രഹങ്ങൾക്ക് അവർ നന്ദി ചെയ്തില്ലെന്നു മാത്രമല്ല, അക്രമവും അനീതിയും വിഗ്രഹാരാധനയുമായി സന്മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുകയും ചെയ്തു. ആദ് സമൂഹത്തെ നേർവഴിയിലേക്ക് ക്ഷണിക്കാൻ അല്ലാഹു തആല അവരിൽ നിന്നുള്ള ഹൂദ് നബി അലൈഹിസ്സലാമിനെ നബിയും റസൂലുമായി നിയോഗിച്ചു. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ വഫാത്തിന് 800 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു അത്. അദ്ദേഹം കാരുണ്യത്തോടെയും സൗമ്യമായും അവരെ ഉപദേശിച്ചു. അല്ലാഹു തആലയുടെ ശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി. അവർ അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ സ്വീകരിച്ചില്ല. ഞങ്ങളെക്കാൾ ശക്തർ ആരാണ് എന്ന് ചോദിച്ച് അഹങ്കരിച്ചു. നീ സത്യവാനാണെങ്കിൽ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ശിക്ഷ കൊണ്ടുവാ അവർ വെല്ലുവിളിച്ചു. അപ്പോൾ അല്ലാഹു തആലയുടെ ശിക്ഷ വന്നു. അപ്രതിരോധ്യമായ കൊടുങ്കാറ്റായിരുന്നു അത്. 7 രാത്രിയും 8 പകലും അത് ആഞ്ഞടിച്ചു. കടപുഴകിയ ഈത്തപ്പനകളെപ്പോലെ അവിശ്വാസികൾ പിഴുതെറിയപ്പെട്ടു. ഹൂദ് നബി അലൈഹിസ്സലാമിനെയും 4000-ഓളം വരുന്ന സത്യവിശ്വാസികൾ അല്ലാഹു തആല രക്ഷപ്പെടുത്തി. സാമിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട മറ്റൊരു ഗോത്രമാണ് സമൂദ്. ഹിജാസിൻ്റെയും ഷാമിൻ്റെയും ഇടയ്ക്കുള്ള ഹിജറായിരുന്നു അവരുടെ വാസസ്ഥലം. ശക്തരും ഐശ്വര്യവാന്മാരുമായ അവർ സമതലങ്ങളിൽ കൊട്ടാരങ്ങളും പർവ്വതങ്ങൾ തുരന്ന് ഭവനങ്ങൾ നിർമ്മിച്ചു. വിഗ്രഹാരാധകരും അധർമ്മികളുമായ അവരെ നേർവഴിയിലേക്ക് നയിക്കാൻ അവരുടെ ഗോത്രക്കാരനായ സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല പ്രവാചകനായി നിയോഗിച്ചു. ഒരു ചെറിയ ന്യൂനപക്ഷം മാത്രമേ വിശ്വസിച്ചുള്ളൂ. പൂർണ്ണ ഗർഭിണിയായ ഒരു ഒട്ടകത്തെ താങ്കൾ കരിമ്പാറയിൽ നിന്ന് പുറത്തു കൊണ്ടുവരിക, അവിശ്വാസികൾ സ്വാലിഹ് നബി അലൈഹിസ്സലാമിനോട് ആവശ്യപ്പെട്ടു. ഇത് കേട്ടാൽ വിശ്വസിക്കാമെന്ന് അവർ പ്രതിജ്ഞ ചെയ്തു. സ്വാലിഹ് നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിച്ചു. ഒട്ടകം പുറത്തു വന്നു. ഉടനെ അത് കുഞ്ഞിനെ പ്രസവിച്ചു. അവർക്ക് ഒരു ജലാശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിലെ ജലം മുഴുവൻ ഒട്ടകത്തിന് കുടിക്കാൻ ആവശ്യമായിരുന്നു. അതുകൊണ്ട് ഒരു ദിവസം അവർക്കും ഒരു ദിവസം ഒട്ടകത്തിനും അല്ലാഹു തആല പാനജലം നിശ്ചയിച്ചു കൊടുത്തു. ഒട്ടകം വെള്ളം കുടിക്കുന്ന ദിവസം അവർക്ക് പര്യാപ്തമായ പാല് ലഭിച്ചുകൊണ്ടിരുന്നു. ഈ മുഅ്ജിസത്ത് കണ്ട് പലരും വിശ്വസിച്ചു. എന്നാൽ ഭൂരിപക്ഷവും അവിശ്വാസത്തിൽ തന്നെ തുടർന്നു. അപ്പോൾ ഒട്ടകത്തെ അല്ലാഹു തആല അവർക്ക് ആപത്താക്കി മാറ്റി. അവരുടെ കന്നുകാലികൾ ഒട്ടകത്തെ കണ്ട് വിരണ്ടോടി. അവർ ഒട്ടകത്തെ അറുക്കാൻ തീരുമാനിച്ചു. ഖുദാർ എന്ന ദുഷ്ടൻ അത് നടപ്പാക്കി. ഒട്ടകക്കുട്ടി ഓടി മറഞ്ഞു. 3 ദിവസം കഴിഞ്ഞാൽ അല്ലാഹു തആലയുടെ ശിക്ഷ വരുമെന്ന് സ്വാലിഹ് നബി അലൈഹിസ്സലാം മുന്നറിയിപ്പ് നൽകി. അതിനു മുമ്പ് നബിയെ കൊല്ലുമെന്ന് അവർ ഭീഷണിപ്പെടുത്തി. ഇതിനായി ഒരു സംഘം മലമ്പാതയിൽ പതിയിരുന്നു. ആ സംഘത്തിന്റെ മേൽ ഒരു വലിയ പാറക്കല്ല് ഉരുണ്ടു വീണു. അവരുടെ ശിരസുകൾ പൊട്ടിച്ചെതറി. 4ാം ദിവസം സൂര്യനുദിച്ചപ്പോൾ ആകാശത്തു നിന്ന് ഘോര ശബ്ദവും ഭൂമിയിൽ നിന്ന് ശക്തമായ പ്രകമ്പനവുമുണ്ടായി. അവിശ്വാസികളെല്ലാം മരിച്ചു വീണു. അല്ലാഹു തആലയുടെ കൽപ്പന പ്രകാരം സ്വാലിഹ് നബി അലൈഹിസ്സലാം വിശ്വാസികളുമായി നാടുവിട്ടു. ഈ പാഠത്തിന്റെ തദ്രീബാത്ത് പരിശോധിക്കാം. 1ാമത്തെ വർക്ക് നെസ്വരു ചേരുംപടി ചേർക്കാം. സമൂദ് ഗോത്രത്തിന്റെ വാസസ്ഥലം ഇ ഹിജ്ർ. 2 ആദ് ഗോത്രത്തിന്റെ വാസസ്ഥലം സി അഹ്ഖാഫ്. 3 ആദ് ഗോത്രത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ എ ഹൂദ് നബി അലൈഹിസ്സലാം. 4 സമൂദ് ഗോത്രത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ ബി സ്വാലിഹ് നബി അലൈഹിസ്സലാം. 5 സ്വാലിഹ് നബി അലൈഹിസ്സലാമിൻ്റെ ഒട്ടകത്തെ കൊന്നു ഡി ഖുദാർ. 2ാമത്തെ വർക്ക് നുക്കമ്മിൽ. 1 നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ മകൻ ഡാഷിൻ്റെ സന്താന പരമ്പരയിൽ പെട്ടവരാണ് ആദ് ഗോത്രം സാമിൻ്റെ സന്താന പരമ്പരയിൽ.
2. നൂഹ് നബി അലിഹിസ്സലാമിന്റെ വഫാത്തിന് ഡാഷ് വർഷങ്ങൾക്ക് ശേഷമാണ് ഹൂദ് നബി അലിഹിസ്സലാമിന് അള്ളാഹു തആല നിയോഗിച്ചത്, 800 വർഷങ്ങൾക്ക് ശേഷം. 3. ഹിജാസിന്റെയും ഡാഷിന്റെയും ഇടക്കുള്ള പ്രദേശമാണ് ഹിജ്ർ, ഷാമിന്റെയും ഇടക്കുള്ള പ്രദേശമാണ് ഹിജ്ർ. 3-ാമത്തവർക്ക് നുജീബു, ഉത്തരം എഴുതാം. അള്ളാഹു തആല ആദ് ഗോത്രത്തിന് എന്തെല്ലാം നൽകി അനുഗ്രഹിച്ചു? നദികളും തോട്ടങ്ങളും കന്നുകാലികളും കൊട്ടാരങ്ങളും അസാധാരണ കായിക ശക്തിയും നൽകി അനുഗ്രഹിച്ചു. 2. ആദ് ഗോത്രം ഹൂദ് നബി അലൈഹിസ്സലാമിനെ വെല്ലുവിളിച്ചു എങ്ങനെ? നീ സത്യവാനാണെങ്കിൽ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ശിക്ഷ കൊണ്ടുവാ എന്ന് പറഞ്ഞുകൊണ്ട്. 3. ആദ് ഗോത്രം അഹങ്കരിച്ചു എങ്ങനെ? ഞങ്ങളെക്കാൾ ശക്തർ ആരാണ് എന്ന് ചോദിച്ചുകൊണ്ട്. 4. ആദ് ഗോത്രത്തെ അള്ളാഹു തആല നശിപ്പിച്ചതെങ്ങനെ? 7 രാത്രിയും 8 പകലും അപ്രതിരോധ്യമായ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു. ഈന്തപ്പനത്തടികളെപ്പോലെ അവിശ്വാസികൾ പിഴുതെറിയപ്പെട്ടു. 5. സമൂദ് ഗോത്രം സ്വാലിഹ് നബി അലിഹിസ്സലാമിനോട് എന്താണ് ആവശ്യപ്പെട്ടത്? പൂർണ്ണ ഗർഭിണിയായ ഒരു ഒട്ടകത്തെ താങ്കൾ കരിമ്പാറയിൽ നിന്ന് പുറത്തു കൊണ്ടുവരിക. 6. സ്വാലിഹ് നബി അലിഹിസ്സലാമിനെ വധിക്കാൻ ശ്രമിച്ചവർക്ക് എന്തു സംഭവിച്ചു? ആ സംഘത്തിന്റെ മേൽ ഒരു പാറക്കല്ല് ഉരുണ്ടു വീണു, അവരുടെ ശിരസുകൾ പൊട്ടിത്തെറിച്ചു. 7. സമൂദ് ഗോത്രത്തിന് അല്ലാഹു തആല ശിക്ഷ ഇറക്കി എങ്ങനെ? ആകാശത്ത് നിന്ന് ഘോരശക്തവും ഭൂമിയിൽ നിന്ന് ശക്തമായ പ്രകമ്പനവുമുണ്ടായി, അവിശ്വാസികളെല്ലാം മരിച്ചു വീണു. 4-ാമത്തവർക്ക് തഖ്സീസ്, കുറിപ്പ് തയ്യാറാക്കുക. 1. ആദ് ഗോത്രം. ആദ് ഗോത്രത്തെക്കുറിച്ച് എഴുതാനാണ്. ഉസ്താദ് വായിക്കുന്ന ഭാഗങ്ങൾ അവിടെ എഴുതി കൊടുത്താൽ മതി. നൂഹ് നബി അലിഹിസ്സലാമിൻ്റെ മകൻ സാമിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് ആദ് ഗോത്രം. യമനിലെ ഹദർമൗത്തിന് വടക്കുള്ള അഹ്ഖാഫിൽ അവർ താമസിച്ചു. നദികളും തോട്ടങ്ങളും കന്നുകാലികളും കൊട്ടാരങ്ങളും അസാധാരണ കായിക ശക്തിയും നൽകി അല്ലാഹു തആല അവരെ അനുഗ്രഹിച്ചു. എന്നാൽ അനുഗ്രഹങ്ങൾക്ക് അവർ നന്ദി ചെയ്തില്ലെന്ന് മാത്രമല്ല, അക്രമവും അനീതിയും വിഗ്രഹാരാധനയുമായി സന്മാർഗത്തിൽ നിന്ന് വ്യതിചരിക്കുകയും ചെയ്തു. ആദ് സമൂഹത്തെ നേർവഴിയിലേക്ക് ക്ഷണിക്കാൻ അല്ലാഹു തആല അവരിൽ നിന്നുള്ള ഹൂദ് നബി അലിഹിസ്സലാമിനെ നബിയും റസൂലുമായി നിയോഗിച്ചു. നൂഹ് നബി അലിഹിസ്സലാമിന്റെ വഫാത്തിന് 800 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു അത്. അദ്ദേഹം കാരുണ്യത്തോടെയും സൗമ്യമായും അവരെ ഉപദേശിച്ചു. അല്ലാഹു തആലയുടെ ശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി. അവർ അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ സ്വീകരിച്ചില്ല. ഞങ്ങളെക്കാൾ ശക്തർ ആരാണ് എന്ന് ചോദിച്ച് അഹങ്കരിച്ചു. നീ സത്യവാനാണെങ്കിൽ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ശിക്ഷ കൊണ്ടുവാ, അവർ വെല്ലുവിളിച്ചു. അപ്പോൾ അല്ലാഹു തആലയുടെ ശിക്ഷ വന്നു. അപ്രതിരോധ്യമായ കൊടുങ്കാറ്റായിരുന്നു അത്. 7 രാത്രിയും 8 പകലും അത് ആഞ്ഞടിച്ചു. കടപുഴകിയ ഈത്തപ്പനത്തടികളെപ്പോലെ അവിശ്വാസികൾ പിഴുതെറിയപ്പെട്ടു. ഹൂദ് നബി അലിഹിസ്സലാമിനെയും 4000-ഓളം വരുന്ന സത്യവിശ്വാസികളെയും അല്ലാഹു തആല രക്ഷപ്പെടുത്തി. അടുത്തത് സമൂദ് ഗോത്രം. സാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട മറ്റൊരു ഗോത്രമാണ് സമൂദ്. ഹിജാസിന്റെയും ഷാമിന്റെയും ഇടക്കുള്ള ഹിജറിലായിരുന്നു അവരുടെ വാസസ്ഥലം. ശക്തരും ഐശ്വര്യവാന്മാരുമായ അവർ സമതലങ്ങളിൽ കൊട്ടാരങ്ങളും പർവ്വതങ്ങൾ തുരന്ന് ഭവനങ്ങളും നിർമ്മിച്ചു. വിഗ്രഹാരാധകരും അധർമ്മികളുമായ അവരെ നേർവഴിയിലേക്ക് നയിക്കാൻ അവരുടെ ഗോത്രക്കാരനായ സ്വാലിഹ് നബി അലിഹിസ്സലാമിനെ അല്ലാഹു തആല പ്രവാചകനായി നിയോഗിച്ചു. ഒരു ചെറിയ ന്യൂനപക്ഷം മാത്രമേ വിശ്വസിച്ചുള്ളൂ. പൂർണ്ണ ഗർഭിണിയായ ഒരു ഒട്ടകത്തെ താങ്കൾ പാറക്കല്ലിൽ നിന്ന് പുറത്തു കൊണ്ടുവരിക, അവിശ്വാസികൾ സ്വാലിഹ് നബി അലിഹിസ്സലാമിനോട് ആവശ്യപ്പെട്ടു. ഇത് കണ്ടാൽ വിശ്വസിക്കാമെന്ന് അവർ പ്രതിജ്ഞ ചെയ്തു. സ്വാലിഹ് നബി അലിഹിസ്സലാമിന്റെ പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിച്ചു. ഒട്ടകം പുറത്തു വന്നു. ഉടനെ അതൊരു കുഞ്ഞിനെ പ്രസവിച്ചു. അവർക്ക് ഒരു ജലാശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിലെ ജലം മുഴുവൻ ഒട്ടകത്തിന് കുടിക്കാൻ ആവശ്യമായിരുന്നു. ഒരു ദിവസം അവർക്കും ഒരു ദിവസം ഒട്ടകത്തിനും അല്ലാഹു തആല പാനജലം നിശ്ചയിച്ചു കൊടുത്തു. ഒട്ടകം വെള്ളം കുടിക്കുന്ന ദിവസം അവർക്ക് പര്യാപ്തമായ പാല് ലഭിച്ചുകൊണ്ടിരുന്നു. ഈ മോചിതത്ത് കണ്ട് പലരും വിശ്വസിച്ചു. എന്നാൽ
ഭൂരിപക്ഷവും അവിശ്വാസത്തിൽ തന്നെ തുടർന്നു. അപ്പോൾ ഒട്ടകത്തെ അല്ലാഹു തആല അവർക്ക് ആപത്താക്കി മാറ്റി. അവരുടെ കന്നുകാലികൾ ഒട്ടകത്തെ കണ്ട് വിരണ്ടോടി. അവർ ഒട്ടകത്തെ അറുക്കാൻ തീരുമാനിച്ചു. ഖുദാർ എന്ന ദുഷ്ടൻ അത് നടപ്പാക്കി. ഒട്ടകക്കുട്ടി ഓടി മറഞ്ഞു. 3 ദിവസം കഴിഞ്ഞാൽ അല്ലാഹു തആലയുടെ ശിക്ഷ വരുമെന്ന് സ്വാലിഹ് നബി അലൈഹിസ്സലാം മുന്നറിയിപ്പ് നൽകി. അതിനു മുമ്പ് നബിയെ കൊല്ലുമെന്ന് അവർ ഭീഷണിപ്പെടുത്തി. ഇതിനായി ഒരു സംഘം മലമ്പാതയിൽ പതിയിരുന്നു. ആ സംഘത്തിൻ്റെ മേൽ ഒരു വലിയ പാറക്കല്ല് ഉരുണ്ടു വീണു. അവരുടെ ശിരസ്സുകൾ പൊട്ടിച്ചിതറി. 4-ാം ദിവസം സൂര്യൻ അസ്തമിച്ചപ്പോൾ ആകാശത്തു നിന്ന് ഘോര ശബ്ദവും ഭൂമിയിൽ നിന്ന് ശക്തമായ പ്രകമ്പനവുമുണ്ടായി. അവിശ്വാസികളെല്ലാം മരിച്ചു വീണു. അല്ലാഹു തആലയുടെ കൽപ്പന പ്രകാരം സ്വാലിഹ് നബി അലൈഹിസ്സലാമും വിശ്വാസികളും നാടുവിട്ടു. 2. വേൾഡ് മാപ്പ് നോക്കി പാഠത്തിൽ പറഞ്ഞ രാജ്യങ്ങൾ കണ്ടെത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.